ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ സാമ്പത്തിക സൈനിക യുദ്ധത്തിന്റെ നടുവിൽ നമ്മളായിട്ട് കുറച്ചധികം ആയി. ഒരു വശത്ത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും മറുഭാഗത്ത് കടുത്ത ഉപരോധങ്ങൾക്കിടയിലും വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന ഇറാനും ഈ സംഘർഷം വെറും ഒരു യുദ്ധത്തിനപ്പുറത്ത് സാമ്പത്തികമായ ഒരു വലിയ തന്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഇറാനിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി ഉയർത്തുന്ന വാദങ്ങൾ അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പശ്ചിമേഷ്യയിലെ സൈനിക ഇടപാടുകൾക്കായി അമേരിക്ക ഏകദേശം $25 ബില്യൺ ചെലവാക്കിയത് എന്നാണ് അവരുടെ തന്നെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കണക്ക് $100 ബില്യൺ മുകളിലാണ് എന്ന് ഇറാൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വലിയ തുക അമേരിക്ക ഒരു വലിയ കടക്കണിയിലേക്ക് തള്ളിവിടുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ജനതയുടെ നികുതിപ്പണം സ്വന്തം രാജ്യത്തിന്റെ ക്ഷേമത്തിന് ഉപയോഗിക്കാതെ വിദേശ യുദ്ധങ്ങൾക്കായി പാഴാക്കുകയാണ് എന്നും ഓരോ അമേരിക്കൻ കുടുംബവും പ്രതിമാസം വലിയ തുക ഈ യുദ്ധങ്ങൾക്കായി മാത്രം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുമൊക്കെയാണ് ഇറാന്റെ ആരോപണവും. ഇറാന്റെ ഈ നീക്കത്തെ സൈനിക വിദഗ്ധർ കാണുന്നത് ഒരു അക്കൗണ്ട് ബുക്കിലെ യുദ്ധമായിട്ടാണ്. അതായത് നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനേക്കാൾ അമേരിക്കയെ സാമ്പത്തികമായി പപ്പരാക്കുക എന്ന തന്ത്രം. ഇറാന്റെ വളരെ ചിലവ് കുറഞ്ഞ ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ അമേരിക്ക കോടികളുടെ വിലയുള്ള അത്യാധുനിക മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിന് കാരണം. വെറും 2 മാസത്തിനുള്ളിൽ അമേരിക്കയുടെ ബഹിരാകാശ ബജറ്റിന് തുല്യമായ തുക ആയുധങ്ങൾക്കായി മാത്രം ചെലവഴിച്ചു കഴിഞ്ഞു എന്നതും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനു പുറമെ റഷ്യയോടും ചൈനയോടും ചേർന്ന് ഡോളറിന്റെ ആധിപത്യം തകർക്കാനുള്ള നീക്കങ്ങളും ഇറാൻ മറ്റൊരു വഴിക്ക് സജീവമാക്കിയിട്ടുമുണ്ട്. ഈ സാമ്പത്തിക ആഘാതം അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കുമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുമെന്നും ഉറപ്പുമാണ്. ഈ നയതന്ത്ര യുദ്ധങ്ങൾക്കിടയിലാണ് സമുദ്രത്തിലെ സൈനിക വിന്യാസത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R4 പേർഷ്യൻ ഗൾഫിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 10 മാസത്തിലേറെയായി ഈ മേഖലയിൽ ആധിപത്യം പുലർത്തിയിരുന്ന ഈ കൂറ്റൻ കപ്പൽ മടങ്ങിയത് പലതരം ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ദീർഘകാലത്തെ കടൽ വിന്യാസം മൂലം കപ്പലിനുണ്ടായ സാങ്കേതിക തകരാറുകളും മുൻപുണ്ടായ ചില അപകടങ്ങളും ഇതിന് കാരണമായി പറയപ്പെടുന്നുണ്ട് എങ്കിലും മേഖലയിലെ സംഘർഷത്തിന്റെ പുതിയ ഘട്ടമായിട്ടാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത്. കപ്പലിന്റെ പിൻവാങ്ങലും യുദ്ധം മതിയെന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറയലും അതോടൊപ്പം തന്നെ $100 കണക്ക് അമേരിക്കക്ക് നഷ്ടപ്പെട്ടു എന്ന് ഇറാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് മൊത്തത്തിൽ അമേരിക്കയുടെ ഒരു നഷ്ടത്തിനും തിരിച്ചടിയിലേക്കുമാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്.